ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പേ മാർക്കറ്റ് വ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. പറഞ്ഞതുപോലെ നിഫ്റ്റി ഇന്ന് 25,500 വന്നു. ഇന്നലത്തെ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി 25,500 വരുമെന്നൊക്കെ ചോദിച്ചൊരു വ്യക്തമായ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ നമ്മുടെ ബെയറിഷ് റഫറൻസ് സോണിന് താഴെയാണ് ഓപ്പൺ ചെയ്തത്. അവൻ ഓപ്പൺ ചെയ്ത് S2 താഴെ ഓപ്പൺ ചെയ്തതിനു ശേഷം തിരിച്ച് കയറി S1 ബ്രേക്ക് ചെയ്തു. ബെയറിഷ് റഫറൻസിന്റെ അവിടം വരെ പോയിട്ട് തിരിച്ച് താഴേക്ക് അടിച്ചടിച്ച് ഒരേ ഇറങ്ങി S3 ബ്രേക്ക് ചെയ്ത് അതിനും താഴെ പോയി 25,500 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ല അതേ സെയിം ആണ്. S1 താഴെ ഓപ്പൺ ചെയ്ത് S2 ഭാഗത്താണ് ഓപ്പൺ ചെയ്ത് അവിടുന്ന് തിരിച്ചു കയറി ആശാൻ S1 വരെ പോയിട്ട് അവിടുന്ന് റിജക്ട് ചെയ്തു. അവിടെ തുടങ്ങിയ സെല്ലിംഗ് അവസാനം വരെ 52,288 വരെ ബാങ്ക് നിഫ്റ്റി നിന്നു. ചുരുക്കി പറഞ്ഞ ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഹിക്കപ്പിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള എല്ലാ ട്രേഡ് സ്മൂത്ത് ആയിരുന്നു ഇന്ന് നടന്നത്. അതായത് ഫസ്റ്റ് ഞാൻ എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രേഡ് എനിക്കൊരു കോൾ ഓപ്ഷൻ ഞാൻ ബൈ എടുത്തായിരുന്നു, നിഫ്റ്റിയിൽ എടുത്തായിരുന്നു. അപ്പൊ അതൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയെങ്കിൽ കൂടി ബാക്കിയുള്ള ട്രേഡ്സ് ഒക്കെ അടിപൊളി ലെവൽ പ്രകാരം പെർഫെക്റ്റ്ലി വർക്ക്ഔട്ട് ആയി വന്ന് കിടിലമായിട്ടുള്ള ട്രേഡിങ്ങിലാണ് ഇന്ന് അവസാനിച്ചത്. ചുരുക്കി പറഞ്ഞ കാലത സങ്കടം, ആദ്യത്തെ ഒരു മണിക്കൂർ വന്ന സങ്കടം മൊത്തം അവസാനം നല്ലൊരു ഹാപ്പി എൻഡിങ്ങിലേക്കായിരുന്നു ഇന്ന് എനിക്ക് മാർക്കറ്റ് തന്നത്. സോ ചുരുക്കി പറഞ്ഞ മാർക്കറ്റിൽ മൊത്തത്തിൽ കരടി അടാറ് വിഴുങ്ങുകയായിരുന്നു. ഇന്ന് കാലത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെയധികം വലിയ ഇറക്കമൊന്നും നമ്മളെ വേൾഡ് മാർക്കറ്റ് തന്നില്ലായും കൂടി നിഫ്റ്റിയിൽ ഇന്ന് നല്ല ഹ്യൂജ് സെൽ ഓഫ് ഉണ്ടായിരുന്നു. FISന്റെ ഭാഗത്ത് നിന്ന് നല്ല കിടിലം സെല്ലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. FIS ഏകദേശം പറഞ്ഞ 15,000 കോടി രൂപയ്ക്ക് മുകളിലാണ് FIS ഇന്ന് വിറ്റിക്കുന്നത്. DIS ഉച്ചയ്ക്ക് 12 മണി വരെ ആ ഒരു വിൽപ്പന തടയാൻ വേണ്ടി മാക്സിമം DIയുടെ ഭാഗത്ത് ഉണ്ടായെങ്കിൽ കൂടി അത് DIക്ക് അത് പിന്നെ അങ്ങോട്ട് അതിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. FI റിയാക്ട് ചെയ്ത് അതാണ് മാർക്കറ്റ് കുറിച്ച് തിരിച്ചു കയറാൻ കാരണം. ഈ ഭാഗത്ത് നിങ്ങൾ നോക്കി തന്നെ നിഫ്റ്റി ഒക്കെ തന്നെ ആണെങ്കിൽ ഈ ഒരു 25,695 ഭാഗത്ത് കുറെ സമയം നിൽക്കാൻ ശ്രമിച്ചു. പിന്നെ അത് നടന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അടിപൊളി നല്ലൊരു മൂവ് വന്നു. ഇന്ന് BSE ഒരു പുതിയൊരു റിപ്പോർട്ട് BSE വന്നേക്കാണ്. അതായത് BSE സെൻസെക്സ് 50യുടേതും പിന്നെ ബാങ്ക് എല്ലാ വെള്ളിയാഴ്ചയും ബാങ്ക് എക്സ്പയറി ഉണ്ടല്ലോ. അപ്പൊ അത് സെൻസെക്സ് 50യുടെ കോൺട്രാക്ട് വന്ന് നവംബർ 14 ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു. ബാങ്ക് എക്സ് വന്ന് നവംബർ 18 ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു. അപ്പം സെൻസെക്സ് 30, അതായത് സെൻസെക്സ് 30 എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച എക്സ്പയർ ആവുന്ന സെൻസെക്സിന്റെ 30, അതായത് നിഫ്റ്റി 50 പോലെ സെൻസെക്സ് 30യുടെ കോൺട്രാക്ട് മാത്രമായിരിക്കും ഇനി BSEയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഏക ഒരു കോൺട്രാക്ട് എന്ന രീതിയിലായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത്. സ്വാഭാവികമായിട്ട് ഇനി മന്ത്ലി എക്സ്പയറി വല്ലതും ഇനി കൊണ്ടുവരുമോ എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പം അവര് BSE പ്ലാൻ ചെയ്തിരിക്കുന്ന സെൻസെക്സ് 30, അതായത് സെൻസെക്സ് 30യെ മാത്രം കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് BSE ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. NSEയുടെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അത് വരുമ്പോൾ നമുക്ക് നോക്കാം. സോ ഇന്ന് നമുക്ക് നോക്കേണ്ട സംഭവവികാസം എന്ന് പറഞ്ഞാൽ അമേരിക്ക മാർക്കറ്റിൽ കുറച്ച് ഡേറ്റ ഉണ്ട്. ചൈനീസ് മാർക്കറ്റ് ഒക്കെ ഹോളിഡേ ആണ്. നാഷണൽ ഡേ ഒക്കെ ആയതുകൊണ്ട് ചൈനീസ് മാർക്കറ്റ് ഒക്കെ ഹോളിഡേ ആണ്. സോ ഇന്ന് അമേരിക്ക മാർക്കറ്റിൽ ഉണ്ടായത് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം വന്നിട്ടുണ്ട്. അത് വിചാരിക്കുന്നതിനെക്കാട്ടി കുറച്ച് കൂടുതലാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 222K വന്ന സ്ഥാനത്ത് ഇന്ന് 225K ആണ് വന്നിരിക്കുന്നത്. അത് കുറച്ച് ജോബ്ലെസ് ക്ലെയിം കൂടിയിട്ടുണ്ട്. അതൊരു നെഗറ്റീവായ കാര്യമാണ്. രണ്ടാമത് കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിം വന്ന് അത് കുറഞ്ഞിട്ടുണ്ട്. 1827K ആയിരുന്ന സ്ഥാനത്ത് 1826K ആണ്. അപ്പൊ അത് ചെറിയൊരു പോസിറ്റീവ്നെസ് ഉണ്ട്. മൂന്നാമത് S&Pയുടെ ഗ്ലോബൽ കോമ്പോസിറ്റ് PMI പ്രൊഡ്യൂസേഴ്സ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് PMI വന്ന് 54.4 54 വന്നേക്കുന്നത്. അത് ചെറിയൊരു കോൺട്രാക്ടിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. സർവീസസ് PMIയും കാണിച്ചേക്കുന്നത് 55.4 55.2, അതും ചെറിയൊരു കോൺട്രാക്ട്, അതായത് എക്കണോമി ഒരു ചെറിയൊരു കോൺട്രാക്ടിങ് എന്ന രീതിയിലാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ വലിയ കോൺട്രാക്ടിങ് ഒന്നും അല്ല, ചെറിയൊരു കുറവ്. പിന്നെ ഫാക്ടറി ഔട്ട്പുട്ട് ഓർഡേഴ്സ് മൈനസിലാണ്. അതായത് ഫാക്ടറിയിൽ നിന്ന് പുതിയ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അതായത് മാർക്കറ്റിൽ പുതിയ നടക്കുന്നില്ല, ഒരു ആക്ടിവിറ്റി ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കുറെ പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. ISM നോൺ മാനുഫാക്ചറിങ് PMI വന്ന് 54.9 ആണ്. അതായത് കിടിലമായിട്ടുള്ള റിപ്പോർട്ട്. ISM നോൺ മാനുഫാക്ചറിങ് PMI വന്നിരിക്കുന്നത് 51.5 നിന്ന് 54.9 പ്രതീക്ഷിച്ചു, അത് വന്നു. രണ്ടാമത് ISI നോൺ മാനുഫാക്ചറിംഗ് പ്രൈസസ് വന്ന് സെപ്റ്റംബറിൽ 56.3 നിന്ന് 59.4 ആയി.
അതും വളരെയധികം പോസിറ്റീവായ ന്യൂസാണ് വന്നിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും അമേരിക്കൻ മാർക്കറ്റിൽ വന്ന ന്യൂസുകളൊക്കെ ബെറ്റർ ദാൻ, കുഴപ്പമില്ലാത്ത രീതിയിൽ, മാർക്കറ്റിന് പണി തരാത്ത രീതിയിലൊക്കെയാണ് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിൽ ഇപ്പൊ വന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഡൗ ജോൺസ് ഏകദേശം പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് സമയത്ത് ഫ്ലക്ച്വേഷൻ വന്നതാണ്. ഇപ്പം അപ്പൊ ഏകദേശം 250 പോയിന്റുള്ള മൈനസ് നിൽക്കുകയാണ്. നമ്മുടെ ഗിഫ്റ്റ് S&P 500 വന്ന് 57.40, അതായത് ചെറിയൊരു 15 പോയിന്റ് മൈനസ് നിൽക്കുന്നു. നാസ്ഡാക്കും വലിയ ഇറക്കമൊന്നുമില്ല, 38 പോയിന്റ് ഇറക്കമൊന്നുമില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ വേൾഡ് മാർക്കറ്റിൽ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്ന് പറഞ്ഞ കാര്യമൊന്നും അധികം പരിക്കൊന്നും ഇല്ലാതെ മാർക്കറ്റിൽ പോവേണ്. അതായത് മാർക്കറ്റിൽ ഇറക്കമൊന്നും കാണുന്നില്ല. അപ്പൊ ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ വ്യക്തമായി ഓർത്തുള്ള, ഇന്ന് സെബിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് FIS ആക്ട് ചെയ്തതാണ് ഇന്നത്തെ മാർക്കറ്റ് ഇറങ്ങാനുള്ള ഏക കാരണം എന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്. സോ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു ന്യൂസും കുറെ സെൻസെക്സ് എക്സ്പയറി ലിക്വിഡിറ്റി ക്രഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെബി കൊണ്ടുവന്നത് കൊണ്ട് FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് FPIയുടെ ഭാഗത്തു നിന്നും FIA ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സിവിയർ സെൽ ഓഫ് ലാർജ് ക്യാപ്പിൽ, അക്രോസ് ലാർജ് ക്യാപ്പിൽ ഉണ്ടായ സെല്ലിംഗ് ആണ് ഇത് കാരണം. റിലയൻസ് 4% അടിച്ചു, HDFC ബാങ്ക് അടിച്ചു, മിക്കവാറും എല്ലാ ലാർജ് ക്യാപ്സ് ഒക്കെ മാരകമായ സെല്ലിംഗ് ആണ് നടന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് അതിന് എഗെയിൻസ്റ്റ് ആണ്. എന്റെ ഒരു കണക്കുകൂടെ വെച്ച് 90% സെബിയുടെ പുതിയ സ്റ്റിപ്പുലേറ്റീവ് മെഷേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള FISന്റെ FESന്റെ ആക്ഷൻ ആണെന്നാണ് എന്റെ വിചാരം. DAS കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് കൂടി മാർക്കറ്റിനെ താഴേക്ക് ഇറങ്ങി വരാൻ തടയാൻ പറ്റില്ല. ചോർച്ച തടയാൻ DA കൊണ്ട് സാധിച്ചില്ല. അപ്പൊ ഞാൻ ഇപ്പൊ നോക്കണേ, നമ്മളെ നിഫ്റ്റി നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗത്ത് തന്നെ ഏകദേശം നമ്മുടെ 25,445 ഭാഗത്ത് തന്നെയാണ് അവന്റെ ഇപ്പോഴത്തെ ലോയിൽ നിൽക്കുന്നത്. സോ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ വിക്സ് വന്ന് 13 മുകളിൽ വീണ്ടും ക്ലോസ് ചെയ്തിരിക്കുന്നു. അത് പോസിറ്റീവായ ഒരു സൈനാണ്. ഇനി അടുത്തത് വെച്ചാൽ അവനെ സംബന്ധിച്ച് 14 ഒരു ഘടകമുണ്ട്. 14 മുകളിൽ പോവുകയാണെങ്കിൽ ഹയർ വോൾട്ടേജിലേക്ക് ഇൻഡിക്കേറ്റ് ആവുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഓർത്ത് വെച്ചേക്കുക. നമുക്ക് നാളത്തെ ലെവലിലേക്ക് പോകണ്ടേ. അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ക്ലിയർ ആയി പറയുകയാണെങ്കിൽ ട്രെൻഡ് ഡേ ഡൗൺ ആണ്, പെർഫെക്റ്റ്ലി ട്രെൻഡ് ഡേ ഡൗൺ ആണ്. ഈ പീരീഡിൽ തുടങ്ങിയ എക്സ്റ്റൻഷൻ ആ സിംഗിൾ പിൻഡർ ഇപ്പോഴും കിടപ്പുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ഡേ ഡൗൺ ആയിട്ട് താഴേക്ക് വന്ന് അവൻ പിന്നെ പീരീഡിൽ സിംഗിൾ പിൻഡർ ക്രിയേറ്റ് ചെയ്തു. ഞാൻ അത് ഹിറ്റ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അത് നടന്നില്ല. പക്ഷെ ലാസ്റ്റ് സമയം ഈ ഭാഗത്ത് 25,500 ഭാഗത്ത് കിടന്ന് കടിച്ച് POC അവൻ 25,492 ഭാഗത്തേക്ക് നിഫ്റ്റി കൊണ്ടുവന്നൊക്കെയാണ്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 25,492 എന്ന് പറഞ്ഞ ഏരിയയാണ് വളരെയധികം ഇമ്പോർട്ടന്റ്. അത് കൃത്യമായിട്ട് അവൻ കൊണ്ടുവന്നൊക്കെയാണ്. നമുക്ക് നോക്കേണ്ട ഇതിന് താഴേക്കുള്ള ലെവലും മുകളിലേക്കുള്ള ലെവലും. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഇന്നത്തെ POC എത്രയാണ്? 25,492 ഇന്നത്തെ POC. അപ്പൊ ഞാനത് നമ്മുടെ ചാർട്ടിൽ വ്യക്തമായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ട്രേഡ് ചെയ്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. സോ 25,492 നമ്മുടെ ഇന്നത്തെ POC. 25,000 എത്രയാണ്? 25,492. സോ ഇതാണ് POC. POCയുടെ കളർ മാഗ്നീറ്റ. ക്ലിയർ ആയല്ലോ? നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഈ ബുള്ളിഷ് റെഫറൻസ് ഇന്നത്തെ VWAP, അതായത് 25,614 മുകളിലും 13 മുകളിൽ 14 മുകളിൽ ശേഷം മാത്രമേ ഞാൻ ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഒരു റിവേഴ്സൽ ആയി. സോ 25,613 നമ്മളെ സംബന്ധിച്ചുള്ള VWAP. VWAPന്റെ കളർ നിങ്ങൾക്ക് അറിയാം, നീല കളർ. അത് ഞാൻ കൊടുത്തു. ഞാൻ ടെക്സ്റ്റിൽ കൊടുത്തേക്കാണ് VWAP ആൻഡ് ബുള്ളിഷ് റെഫറൻസ്. ഈ ബുള്ളിഷ് റെഫറൻസ് അറിയാലോ, ഈ ബുള്ളിഷ് ഇതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കാവൂ. അതായത് റിവേഴ്സൽ റാലി എന്തെങ്കിലും പറഞ്ഞാൽ ഇതിന് മുകളിനെ കുറിച്ച് മാത്രമേ ഇനി ചിന്തിക്കാവുള്ളൂ. ഇനി താഴോട്ട് ഇനി 25,613 മുകളിലാണെങ്കിൽ 25,650 എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രിന്റ് ഉണ്ട് 25,660. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള R1. എത്രയാണ്? 25,660. അതാണ് ഫസ്റ്റ് നമ്മുടെ ടാർഗറ്റ്. അപ്പൊ അതിന്റെ കളർ എന്താണ്? 25 ബ്ലാക്ക്. സോ ഇനി അതിന് 25,660 മുകളിൽ പോവുകയാണെങ്കിൽ അടുത്തത് 25,000 എന്താണ്? നേരെ 25,720 25,717 ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള സെക്കൻഡ് റെസിസ്റ്റൻസ് R2. ഓക്കെ, അതിന് മുകളിൽ അടുത്തത് R3 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹൈ 25,800. എത്രയാണ്? 25,816. 25,817 ഹൈ. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള
ഒരു R3 ഇപ്പൊ ഓർത്തോളുക 25,492 ഇന്നത്തെ POC. 25,613 മുകളിൽ മാത്രമേ നിങ്ങൾ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. റിവേഴ്സൽ ട്രെൻഡ് എടുക്കണമെങ്കിൽ എടുക്കാവുള്ളൂ. അതിന് മുകളിൽ 660, 717, 25,817 ഇതാണ് നമ്മുടെ മുകളിലേക്കുള്ള ലെവല്. നമുക്കിനി നോക്കിയാൽ എന്താണ്, ഇനി താഴേക്കാണല്ലോ കുംഭകർണൻ ഈ അടിച്ച് ഇറങ്ങി നിൽക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇനി പോകേണ്ടത് ഫസ്റ്റ് സപ്പോർട്ട് എന്ന രീതിയിൽ ഫസ്റ്റ് 25,398 ആണ് നമ്മളെ സംബന്ധിച്ച് സപ്പോർട്ട്. 25,492 താഴെ നിൽക്കുന്നതാകാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,398 എന്ന് പറഞ്ഞ ഒരു എന്തുവാണ് POC VPOC പഴയ ഒരു വെർജിൻ POC ആണ്. ആ ഭാഗത്തേക്ക് അവൻ എന്താണ് എടുക്കും. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള POC ആൻഡ് ബേറിഷ് റെഫറൻസ്. പഴയ ഒരു POC ആണ്. അതേപോലെ നമ്മളെ ബേറിഷ് റെഫറൻസും ആണ് ഈ ആശാൻ. ഈ ബേറിഷ് റെഫറൻസിന് താഴെ മാത്രമേ ഇനി സെല്ലിങ് എടുക്കാവുള്ളൂ. അപ്പൊ ഇതിന്റെ കളർ ഞാൻ ഒന്ന് മാറ്റിയേക്കാം. നമ്മുടെ കളർ മഗ്നീറ്റ് അല്ല, പച്ച കളറും കൊടുത്തേക്കാം. ഓക്കെ, ഈ 25,390 താഴെ സെല്ല്. അതിന് താഴെ വരണമെങ്കിൽ അടുത്ത എത്രയാണ്, 390 താഴെ അടുത്ത പറഞ്ഞത് 25,293. അതിന് താഴെ ഷാർപ്പ് സെൽ ഓഫ് വരാം. 25,293 ഭാഗത്തേക്കൊക്കെ നിഫ്റ്റിക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. 25,293 ഭാഗത്ത് വരാം. ടെക്സ്റ്റ് എന്താണ്, S2 അതാണ് S1. സോ അത് പൊട്ടുകയാണെങ്കിൽ S1 25,294ഉം അതിന് താഴെ അടുത്ത വരുന്നത് 25,243. 25,243 S2 എന്ന് പറഞ്ഞാൽ 25,243യും അതിന് താഴെ അടുത്ത എന്താണ്, അടുത്ത നേരെ വരുന്നത് 25,172. ഓക്കെ, 25,172. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ താഴേക്കുള്ള ലെവൽ. ഇപ്പോൾ ഓർത്തോളുക, നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് 25,390 താഴെ നിൽക്കുകയാണെങ്കിൽ 25,294, 25,243, 25,172. ഇനി 25,498 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ VWAP-ആയ 25,613 ഭാഗത്ത് കിടന്ന് റൊട്ടേഷൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 25,613 മുകളിൽ പോയാൽ മാത്രമേ 25,660, 25,717, 25,817 എന്ന ഈ ഒരു ലെവലിലേക്ക് ആര് പോവുള്ളൂ, നമ്മുടെ നിഫ്റ്റി പോവുള്ളൂ. ഇതാണ് നമ്മുടെ നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള നമ്മുടെ ലെവൽസ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നിങ്ങൾ വ്യക്തമായി മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. പൈസ കിട്ടിയാൽ മാത്രമേ ഞാൻ എന്റെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുള്ളൂ. അപ്പൊ ഓർത്തോളുക. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളെ നമ്മളെ ബീസ്റ്റായ ബാങ്ക് നിഫ്റ്റിയുടെ ലെവല്. സോ ബീസ്റ്റായ ബാങ്ക് നിഫ്റ്റി ആശാൻ വളരെ അടിയാണ്. ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ നിഫ്റ്റിയെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ട്രെൻഡഡ് ആണ്. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, ഇന്നത്തെ POC നോക്ക്. ഇന്നത്തെ POC ബാങ്ക് നിഫ്റ്റിയുടേത് 52,800 ഭാഗത്താണ് നിൽക്കുന്നത്. POC ബാങ്ക് നിഫ്റ്റി മെർജ് ചെയ്തിട്ടില്ല. അതൊരു അടിപൊളി ഒരു ഇൻഫർമേഷൻ ആണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. ഇല്ല എങ്കിൽ മീൻ റിവേർഷൻ വേണമെങ്കിൽ എങ്ങോട്ട് നടക്കാം, ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 52,800 ഇന്നത്തെ POC. അപ്പൊ ഞാനത് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാര്യമുള്ളൂ. 52,800. സോ 50 POC, ഇന്നത്തെ POC എന്ന് പറഞ്ഞാൽ 52,800 ആണ് നമുക്ക് ഉള്ളത്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം. ഇന്നത്തെ VWAP എന്ന് പറഞ്ഞാൽ 52,641, 52,641. ഇന്ന് VWAP-ന് കുറച്ച് ഇമ്പോർട്ടന്റ്, കാരണം താഴെ ആയതുകൊണ്ട് 52,641 ആണ് നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ VWAP. ഞാനത് ടെക്സ്റ്റ് മാറ്റി വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി VWAP അറിയാലോ, വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നതിന് കാര്യമുള്ളൂ. അപ്പൊ ഞാൻ VWAP വയ്ക്കുകയാണ്. VWAP-ന്റെ കളർ നീല, ഇതിന്റെ കളർ മഗ്നീറ്റ. ഓക്കെ, സോ ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള VWAP ആൻഡ് POC. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നമ്മുടെ ഇമ്പോർട്ടന്റ് ഏരിയ. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന 52,400 ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 52,260 അവരെ സംബന്ധിച്ചുള്ള സപ്പോർട്ട് സോൺ, അതായത് ബേറിഷ് റെഫറൻസും സപ്പോർട്ടും. സോ 52,000 ബേറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് എന്താണ്, 52,260. 52,260 ആണ് ബേറിഷ് റെഫറൻസും സപ്പോർട്ട് സോണും. ഓക്കെ, അപ്പൊ ഞാനത് ആദ്യം വെച്ചു. ഓക്കെ, അതിന് താഴെ വരെയാണെങ്കിൽ അപ്പൊ എവിടം വരെ പോവാം, 260 താഴെ വരെയാണെങ്കിൽ നേരെ സ്ട്രെയിറ്റ് 51,906 എന്ന് പറഞ്ഞ ഈ POCയുടെ ഭാഗത്തേക്ക് ടെസ്റ്റ് വളരെ പോസിബിൾ ആണ്. സോ
51,906 എന്ന് പറഞ്ഞ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് അവൻ വളരെയധികം സപ്പോർട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബെയറിഷ് റെഫറൻസ് പൊട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സപ്പോർട്ട് എന്നതാണ് 51,906. അത് പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 51,660 സോ 51,660. സോ സപ്പോർട്ടുകളൊക്കെ വളരെ കുറവാണ്, വളരെ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഓർത്തുള്ള 51,660 ഭാഗത്തേക്ക് പോകും. അതിന് മുകളിലാണെങ്കിൽ അവനെ സംബന്ധിച്ച് എവിടെ വരെ പോവാം? അതിന് താഴെ വരണമെങ്കിൽ അടുത്തത് 51,480. എത്ര? 51,480. അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ ഏരിയ. ഓക്കെ, സോ ഇത് നിങ്ങൾ മനസ്സിൽ കൃത്യമായി ഓർത്തുകൊള്ളുക. 52,260 ബേറിഷ് റെഫറൻസ്, അതിന് താഴെ 51,906, 51,660, 51,486 വരാം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ്. ഓർത്തുകൊള്ളുക, ഇന്നത്തെ പി ഒ സി ആണ് ഞാൻ ബുള്ളിഷ് റെഫറൻസ്. ഓക്കെ, ഇന്നത്തെ പി ഒ സി ആണ്. അത് കൂടാതെ അതിന്റെ നമ്മുടെ ബുള്ളിഷ് റെഫറൻസും അതാണ്. അപ്പം 52,800 മുകളിൽ മാത്രമേ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് വരുള്ളൂ. ഓർത്തുകൊള്ളുക, 52,260 മുകളിൽ നിൽക്കുകയാണെങ്കിൽ യവൻ വേണമെങ്കിൽ എന്താണ് ഒരു ചെറിയൊരു HVN സോൺ ഇവിടെ ഉണ്ട്. എത്രയാണ്? 52,641, 52,550 ഒരു ചെറിയ സിംഗിൾ പ്രിന്റ് ഉണ്ട്. 52,000 ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു സിംഗിൾ പ്രിന്റ് ഉണ്ടെങ്കിൽ കൂടി നോക്കണ്ട, അതൊന്നും വേണ്ട. അപ്പൊ 52,260 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 52,641 വരും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 52,800 ടെസ്റ്റ് ചെയ്യാം. 52,800 മുകളിൽ മാത്രമേ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണ് ഇന്നത്തെ ഹൈ ഫസ്റ്റ് 53,050, 53,050 എന്ന് പറഞ്ഞ ഹൈ 53,000, അതാണ് നമ്മൾ R1. എന്താണ്? 53,050. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത എന്താണ്? ഇന്നലത്തെ പി ഒ സി ആയി 53,419, 53,419. ഓക്കെ, എത്രയാണ്? 53,419. ഇതാണ് മാക്സിമം കൂടിപ്പോയ ഒരു എന്തുവാണ് ഒരു ലെവൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. സോ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നോക്കിക്കൊള്ളുക, ഇതാണ് ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്ന ലെവൽ. അതേ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങൾ മനസ്സിലോർത്തോളുക. സോ 52,800 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈ എടുക്കുന്നുള്ളൂ. ഇല്ല എങ്കിൽ ഈ ഭാഗത്ത് 52,260, 52,800 550, 600 പോയിന്റിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പി ഒ സിയുടെ മെർജ് ചെയ്യാത്തതുകൊണ്ട് 52,800 ഭാഗത്ത് കെട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ ചെറിയൊരു സെല്ല് എടുക്കാൻ 53,050 പോലെ സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണെങ്കിൽ ആ ട്രേഡ് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് തരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഇല്ല, നമുക്ക് ഇനി സെല്ലിങ്ങിലേക്ക് ചിന്തിക്കണമെങ്കിൽ 52,260 താഴെ വരുമ്പോൾ മാത്രമേ ഇനി സെല്ലിംഗ് എടുക്കാവുള്ളൂ. അത് വേണമെങ്കിൽ 51,906 ഭാഗത്തേക്ക് ഒരു ടെസ്റ്റ് വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് പുതിയൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഓർഡർ ഫ്ലോ കുറച്ച് അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ നിഫ്റ്റിയിൽ ഇഷ്ടം പോലെ ഈ ഒരു കളർ സ്ലൈഡ്സ് നിങ്ങൾ കാണും. സെല്ലിംഗ് പ്രത്യേകിച്ച് നല്ല സെല്ലിംഗ് ഉള്ള ഏരിയ ആണ്. സോ സെല്ലിംഗ് ഉള്ള ഈ പ്രത്യേകിച്ച് ഈ കട്ടിയുള്ള റെഡ് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഹൈലി ഇംബാലൻസ്ഡ് ആയ നല്ല അഗ്രസീവ് സെല്ലിംഗ് ഉള്ള ഏരിയ. കാരണം മറ്റേക്കാണ് മിഡ് സെല്ലിംഗ് മാത്രമേ ഉള്ളൂ. സോ അഗ്രസീവായ സെല്ലിംഗ് ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. സോ ഓർത്തോളൂ, കളറിന്റെ തിക്നെസ് അനുസരിച്ച് അതിന്റെ സെല്ലിങ്ങിന്റെ ഇംബാലൻസും ആ ഒരു അഗ്രസീവ്നെസ്സും കുറയുന്നുണ്ട്. പക്ഷെ നല്ല കട്ടിയുള്ള ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യേറ്റീവ് സെല്ലിംഗ് ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ല കിട്ടിയ സെല്ലിംഗ് എന്ന് വന്നിട്ടുണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ 4,450 ഡെൽറ്റ മൈനസ് ആണ്. വളരെയധികം നല്ല ഹ്യൂജ് സെല്ലിംഗ് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷെ അത്രയ്ക്കുള്ള ഒരു ഡെൽറ്റ ഒന്നും ബാങ്ക് നിഫ്റ്റിക്ക് ഇല്ല. ശ്രദ്ധിച്ചു നോക്കൂ, ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ വെറും 4,560 മനസ്സിലാവും. അതായത് കൃത്യം കഴിഞ്ഞാൽ സെല്ലിംഗ് ഉണ്ടെങ്കിൽ കൂടി അത് സസ്റ്റെയിൻ ചെയ്യാതെ താഴേക്ക് വന്ന് നല്ല രീതിക്ക് പോകുന്നതുകൊണ്ട് ഈ ആശാനിൽ നല്ല സെല്ലിംഗ് ഒന്നും ഒരു മൂവ്മെന്റ് ഒന്നും കാണുന്നില്ല. ക്ലിയർ ആവുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊരു എന്തുവാണ്, ബാങ്ക് നിഫ്റ്റിയിലെ സെല്ലിംഗ് എന്ന് വെച്ചാൽ ഇന്ന് ട്രെൻഡ് ഡേ ഡൗൺ ആണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ട് വേണമെങ്കിൽ നാളെ ഇന്നത്തെ ലോവർ ലെവൽ വിവാപ്പിനും പി ഒ സിയുടെ ഇടയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ലോയിലും ഇന്നത്തെ പി ഒ സിയുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ലോയ്ക്കോ വിവാപ്പിന്റെ ഇടയ്ക്കോ ചെറിയൊരു ബാലൻസിങ് മൂവ്മെന്റ് തരാനുള്ള ചാൻസ് നിഫ്റ്റി കൂടുതലാണ്. ഇല്ല, ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇന്നത്തെ ലോ പൊട്ടി നമ്മുടെ ബെയറിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് അടിച്ചു പൊളിച്ച് ഇറങ്ങാനുള്ള ചാൻസും ഇനി കൂടുതലാണ്. അപ്പം എല്ലാവരും ഓർത്തോളുക,
നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു വീണ്ടും ഒരു ബ്രിമ്മിലാണ്, പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ഇവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് പൊട്ടി താഴേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. അല്ല, ഈ ഭാഗത്ത് വേണമെങ്കിൽ ഒരു ബാലൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. സോ ഇന്ന് നല്ല നല്ല അടിപൊളി മൂവ് എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പോർട്ട്ഫോളിയോ ഇറങ്ങുന്നത് പേടിക്കേണ്ട, നിങ്ങളുടെ കോഴ്സ് നല്ല സ്റ്റോക്സ് വയ്ക്കുക. ദിസ് ഇസ് എ ഡിപ്പ്, നിങ്ങൾക്ക് കിട്ടിയ ഡിപ്പ് നിങ്ങൾ സ്റ്റോക്സ് നല്ല ഇഷ്ടപ്പെട്ട സ്റ്റോക്സുകൾ മേടിക്കുക, ഡിപ്പ് സിപ്പ് പോലെ വാങ്ങുക, ഹോൾഡ് ചെയ്യുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. യൂട്യൂബ് അൽഗോരിതം ആക്കിയാൽ മാത്രമേ എനിക്ക് നല്ല വീഡിയോ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ആ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ.